ഹായ് എവരിവൺ. അങ്ങനെ നമ്മുടെ iOS 17.6 റിലീസായിട്ട് ഇന്നത്തേക്ക് ഏകദേശം ഒരാഴ്ചയായി. ഈ ഒരാഴ്ച കൊണ്ട് നമ്മുടെ iOS 17.6 ഫോളോ അപ്പ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ പറയുന്ന പെർഫോമൻസ്, ബാറ്ററി, ഡിസ്പ്ലേ, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തായാലും നോക്കുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ തുടങ്ങാൻ തൊട്ട് മുമ്പായിട്ട് എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇന്നേ വരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നിമിഷം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് കൂടെ എനേബിൾ ചെയ്യുക. സോ ദിസ് ഇസ് യുവർ സേവിയർ. വെൽക്കം ബാക്ക് ടു എരിക്ക. ഏറ്റവും ആദ്യത്തെ കാര്യം, ഈ ഒരു അപ്ഡേഷൻ ചെയ്തതിന് ശേഷം എത്ര പേർക്ക് പണിയായിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോലുള്ള iOS 17.6 ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഏകദേശം 51% ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് പ്രശ്നമുണ്ട് എന്നാണ്. ബാക്കി ആൾക്കാർ മാത്രമാണ് പ്രശ്നമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിക്കുന്നത് ഡിസ്പ്ലേ ഇഷ്യൂ ആണ്. അതോടൊപ്പം തന്നെ ബാറ്ററി ഡ്രെയിനും. ബാക്കി എന്ത് കാര്യങ്ങളാണെങ്കിലും ആൾക്കാർക്ക് വലിയ ബോധറേഷൻ ഇല്ല. പക്ഷേ ഡിസ്പ്ലേ ആൻഡ് ബാറ്ററി, ഡിസ്പ്ലേ ഇഷ്യൂ ഏറ്റവും കൂടുതൽ വരുന്നത് 13 സീരീസിനാണ്. പക്ഷേ ഈ ഒരു 17.6 വന്നിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടിയതിൽ ഭൂരിഭാഗം ആൾക്കാരും 13 അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ ഡിസ്പ്ലേ ഇഷ്യൂസ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോളോ വീഡിയോയിൽ ഡിസ്പ്ലേ ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലുതായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഡിസ്പ്ലേ ഇഷ്യൂ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഈ പറഞ്ഞ ബാറ്ററി ഡ്രെയിൻ ഉണ്ടെന്നും അതേപോലെ ബാറ്ററി ഹീറ്റ് ആവുണ്ടെന്നും നമുക്ക് ഈ പറഞ്ഞ 17.6 ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. സോ ബാറ്ററി ചില സമയത്ത് ചില കൂട്ടുകാർക്ക് ഈ പറഞ്ഞ ഹീറ്റപ്പ് ആവാനും ബാറ്ററി ഡ്രെയിനിങ് കൂടാനും ചാൻസ് ഉണ്ടെന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പെർഫോമൻസ് ലാഗ്, കുറേ കൂട്ടുകാർക്ക് ഈ പറഞ്ഞ പെർഫോമൻസിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. പക്ഷേ ചില കൂട്ടുകാർക്ക് പബ്ജി, അതേപോലെ കോൾ ഓഫ് ഡ്യൂട്ടി, കുറച്ചുകൂടെ ഇൻറ്റൻസീവ് ഗെയിമിങ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ലാഗ് വരുന്നുണ്ടെന്നും നമുക്ക് കേൾക്കുന്നുണ്ട്. ഇനി ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓൾ അപ്പ് ടു യു. ഇനി എൻ്റെ ഭാഗത്തു നിന്ന് ഒരു സജഷനാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം. കാരണം ഡിസ്പ്ലേ ഇഷ്യൂ വരുമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാറ്ററി ഡ്രെയിനിങ് വരുമോ എന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ. അതെനിക്ക് മാത്രമല്ല ആർക്കും അത് പ്രിഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ട് ഈ പറഞ്ഞ അപ്ഡേഷൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്, നമുക്ക് ഓരോ അപ്ഡേഷനിലും സെക്യൂരിറ്റി പാച്ചും അതേപോലെ നമുക്ക് കുറേയധികം സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ആപ്പിൾ തരാറുണ്ട്. ഈ പറഞ്ഞ സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൈബർ അറ്റാക്സും അതേപോലെ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഓരോ അപ്ഡേറ്റ്സിലും ആപ്പിൾ സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ നമുക്ക് തരാറ്. ആ സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് തൊട്ട് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഈ പറഞ്ഞ ഡിസ്പ്ലേ ഇഷ്യൂ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് iPhone 13 സീരീസിലാണ്. അതും ഇന്ത്യയിൽ വന്നിരിക്കുന്ന 13 സീരീസിൽ മാത്രമാണ് ഈ പറഞ്ഞ ഡിസ്പ്ലേ ഇഷ്യൂ കൂടുതലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അബ്രോഡിൽ വന്ന കൂട്ടുകാർക്കും അതേപോലെ അബ്രോഡുള്ള കൂട്ടുകാരുടെ ഡിവൈസിലും ഈ പറഞ്ഞ 13 സീരീസിൽ ഡിസ്പ്ലേ ഇഷ്യൂ ഇല്ല. ബിക്കോസ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത ഡിസ്പ്ലേയിൽ കുറച്ചധികം തേർഡ് പാർട്ടി കമ്പനികൾ ആപ്പിൾ പ്രൊവൈഡ് ചെയ്തായിരുന്നു. ആ ഒരു ഡിസ്പ്ലേനുള്ള സർക്യൂട്ട് ഇഷ്യൂ ആണ് ഇപ്പോഴും ആ 13 സീരീസ് ബാച്ചുകളിൽ ഈ പറഞ്ഞ ഡിസ്പ്ലേ ഇഷ്യൂ വരുത്താനുള്ള കാരണം. ആൻഡ് ഈ പറഞ്ഞ ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. കുറേ കൂട്ടുകാർക്കുണ്ട്, കുറേ കൂട്ടുകാർക്കില്ല. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ എൻവയോൺമെൻറ്റ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിവൈസിൻ്റെ എൻവയോൺമെൻറ്റ്, നിങ്ങളിപ്പോൾ പുറത്ത് വെച്ച് ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ പോലും ആ ഒരു ഡിവൈസ് ചൂടാവാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ iPhone 15 iOS 17.6 അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഫോട്ടോസ് എടുത്തു. എൻ്റെ ഫോൺ ചൂടായി. പക്ഷേ അതേ സെയിം ഫോൺ തന്നെ ഞാൻ ഇൻഡോർ വെച്ച് ഷൂട്ട് ചെയ്തപ്പോൾ വലിയ ഇഷ്യൂസ് ഇല്ല. സോ ഈ പറഞ്ഞ നമ്മുടെ എൻവയോൺമെൻറ്റ് അനുസരിച്ചും നമ്മുടെ ഡിവൈസ് ചൂടാവാനും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാരണമുണ്ട്. അപ്ഡേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു ഫീഡ്ബാക്കിൽ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ബാറ്ററി ഇഷ്യൂ, ഈ പറഞ്ഞ ഡിസ്പ്ലേ ഇഷ്യൂ, പെർഫോമൻസ് ലാഗ്, ഈ 3 ഇഷ്യൂസാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത്. നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണം. അതേപോലെ അപ് ടു ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ചെയ്യാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. മാക്സിമം iTunes വഴി അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര നല്ലത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെനോഷെയറിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, 3U ടൂൾസ്, അത് വഴി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ് ചെയ്യുക. സോ ഈ പറഞ്ഞ iOS 17.6 ഫോളോ വീഡിയോയിൽ ഈ പറഞ്ഞ 3 ഇഷ്യൂസാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫീഡ്ബാക്ക് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അപ്ഡേറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്യൂരിറ്റി പാച്ചും ബാക്കി കാര്യങ്ങളും കിട്ടണമെങ്കിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്തിരിക്കണം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു.
ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു പുതിയ ഒരു മോഡിൽ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ച് ഷൂട്ട് ചെയ്ത് നോക്കിയാണ്. നിങ്ങൾക്ക് ഈ ഒരു വ്യൂ ഓഫ് കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതേപോലെ അടിപൊളി കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ആൻഡ് ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Ebica, and have a very nice day.